ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ലോക്കൽ ബോഡി അണ്ടറിൽ ഒരു കന്നുകാലി ഫാം സ്ഥാപിക്കുന്നതിനുള്ള ലൈസൻസിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് കന്നുകാലി ഫാം സ്ഥാപിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് ലൈസൻസിനുള്ള അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ILGMSന്റെ വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് യൂസർ ID ആൻഡ് പാസ്വേഡ് കൊടുക്കുക എന്നുള്ളത് ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തതാണ്. ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ആദ്യം തന്നെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്ന ശേഷം ഇവിടെ കന്നുകാലി ഫാം ലൈസൻസിനുള്ള അപേക്ഷ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ലൈസൻസുകളും അനുമതികളും എന്നുള്ള കാറ്റഗറിയിലായിരിക്കും വരിക. ഫാം ലൈസൻസിനുള്ള അപേക്ഷ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഏത് ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം ആണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ മുന്നിലുള്ള കസ്റ്റമറെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഇവിടെ തിരിച്ചറിയൽ രേഖാതരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകനെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നിട്ട് മേൽവിലാസം പൂരിപ്പിക്കാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് ഈ ഒരു വ്യക്തി തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ തന്നെയുള്ള വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല ആ പഞ്ചായത്തിന് വെളിയിലുള്ള ഒരാളാണെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കത്തിടപാടുകൾ നടത്താനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഈ ഒരു സ്ഥിര മേൽവിലാസത്തിന് സമാനമാണ് എന്നുള്ള ഒരു ടിക്ക് ബോക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിലാണ് നമുക്ക് അപേക്ഷ തയ്യാറാക്കാനായിട്ട് സാധിക്കുക. ഒന്ന് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപേക്ഷ തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഫോം കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളക്കടലാസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ഫയലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഇവിടെ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വിവരണത്തിന്റെ ഭാഗത്ത് ഫോം എന്ന് മറ്റോ ടൈപ്പ് ചെയ്ത് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ സ്കാൻ ചെയ്യാവുന്നതാണ്. കാരണം 1 MB വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും. സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ അപേക്ഷകന്റെ വാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കത്തിടപാട് ലഭിക്കാനായിട്ട് അതിനുള്ള മാർഗവും സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 രേഖകളാണ്. ഒന്ന്, കന്നുകാലി ഫാം ആരംഭിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള അനുമതിയുടെ പകർപ്പ്. അത് അതെങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്, മറ്റൊരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പും. രണ്ടാമത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ആ ഒരു ബിൽഡിംഗ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത് എന്നുള്ള സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫയലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ 5 രൂപയാണ് നമ്മൾ ഇതിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സത്യപ്രസ്താവനയാണ്. ഇവിടെ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള 5 രൂപ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് ലഭിക്കുന്ന പേയ്മെന്റ് റെസിപ്റ്റ്, നമുക്ക് ഇതിന് അപേക്ഷ കൊടുത്തതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകന്റെ കൈപ്പറ്റ് രസീത് എന്നിവ നമ്മൾ കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക.